ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മാൽദീവ്സിലേക്ക് വരുന്നവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഇവിടെ ഭയങ്കര ചൂടാണോ അല്ല ഭയങ്കര മഴയാണോ, എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇന്ന് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ മാൽദീവ്സിൽ നമ്മുടെ കേരളത്തിലുള്ള പോലുള്ള സെയിം കാലാവസ്ഥയാണ്, അതായത് ഏകദേശം അതുപോലുള്ളൊരു കാലാവസ്ഥയാണ് നമ്മുടെ മാൽദീവ്സിലുള്ളത്. അതായത് ചൂടും ഈർപ്പവും ഉള്ളതായിട്ടുള്ള ഒരു മൺസൂൺ കാലാവസ്ഥ, മൺസൂൺ ആണ് ഇവിടെ ഉള്ളത്. നമ്മളെ കേരളത്തിലുള്ള ഏകദേശം സെയിം കാലാവസ്ഥ തന്നെയാണ് ഇവിടെ. ആൻഡ് മാൽദീവ്സിൽ രണ്ട് സീസൺസ് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാണ് വെറ്റ് സീസൺ, രണ്ടാമത്തത് ഡ്രൈ സീസൺ. ഇനി വെറ്റ് സീസൺ എന്താണെന്ന് വെച്ചാൽ അത് മഴക്കാലം, ഇനി ഡ്രൈ സീസൺ ആണെങ്കിലോ അത് ചൂടുകാലം. അങ്ങനെ രണ്ട് സീസൺ മാത്രമാണ് ഇവിടെ മാൽദീവ്സിലുള്ളത്. ഇനി എന്താണ് ഈ വെറ്റ് സീസൺ, അത് എപ്പോഴാണുള്ളതെന്ന് നോക്കാം. വെറ്റ് സീസൺ എന്ന് പറയുന്നത് മെയ് തൊട്ട് നവംബർ വരെയാണ് ഈ വെറ്റ് സീസൺ ഉള്ളത്, അതായത് മഴക്കാലം. ഇവിടുത്തെ മഴ എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ഉള്ള മഴയാണ്, അതായത് നമ്മളെ വന്ന് നനച്ച് കൊണ്ടുപോകും, അങ്ങനെയുള്ളൊരു മഴയാണ്. അതായത് വരുന്നത് പോലും നമ്മൾ അറിയില്ല. നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്നായിരിക്കും മഴ വരിക, പെട്ടെന്ന് വന്ന് നമ്മളെ ഫുള്ള് നനക്കും, നമുക്ക് ഒരു ഹിൻറ്റും തരില്ല. അങ്ങനെയുള്ളൊരു മഴയാണ്. വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും വരിക. ഒരുവിധം എല്ലാ മഴയും പെട്ടെന്ന് വന്നു പോകും. ചിലപ്പോഴൊക്കെ ദിവസം ഫുള്ളും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ വെറ്റ് സീസണിൽ ഫുള്ള് മഴ എന്നും പറയാൻ പറ്റില്ല, ഇടവിട്ട് വെയിലും അങ്ങനെയുള്ള കാലാവസ്ഥ ഒക്കെ ഉണ്ടാവും, പക്ഷെ മഴ കൂടുതലായിരിക്കും. ഇനി ഡ്രൈ സീസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസംബർ തൊട്ട് ഏപ്രിൽ മാസം വരെയാണ് ഈ ഡ്രൈ സീസൺ ഉള്ളത്. അതായത് ഈ സമയത്ത് മഴയില്ല എന്നല്ല പറയുന്നത്, കാരണം മാൽദീവ്സിൽ എപ്പോഴും മഴയുണ്ട്. പക്ഷേ ഈ ഡ്രൈ സീസണിൽ ഈ മഴയുടെ എമൗണ്ട് കുറവായിരിക്കും. അതായത് ഒരു ദിവസത്തിൽ കൂടുതലും വെയിൽ, അതായത് സൺഷൈൻ ആയിട്ടുള്ള ദിവസമായിരിക്കും മാൽദീവ്സിൽ ആ ഒരു ഡ്രൈ സീസണിൽ ഉണ്ടാവുക. മഴ ഇടവിട്ട് മാത്രം എപ്പോഴെങ്കിലുമൊക്കെ മഴ കിട്ടും. ഇതാണ് ഡ്രൈ സീസൺ. മാൽദീവ്സിൽ ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, അതായത് നമുക്ക് സഹിക്കാൻ ഇച്ചിരി പാടാണ്. അത് പുറത്തോട്ടൊക്കെ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. എപ്പോഴും ഇവിടെയുള്ള എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് കൂളിംഗ് ഗ്ലാസ് ഇവിടെ മാൽദീവ്സിൽ മസ്റ്റാണ്. അതായത് നമ്മളെ കണ്ണല്ലെങ്കിൽ അടിച്ചു, അങ്ങനെയുള്ള വെയിലാണ് ഇവിടെ ഉള്ളത്. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാൽദീവ്സ് നല്ല ചൂടാണ്. അതായത് ഇവിടെ ഒരുവിധം എല്ലാ വീട്ടിലും AC ഉണ്ടാവും. അതായത് AC ഇവിടെ മസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് റെൻറ്റിന് കിട്ടുന്നതും AC ഉള്ളതും AC ഇല്ലാതെയും വീടുകളൊക്കെ ഉണ്ട്. AC ഇല്ലാതെയും താമസിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, റെൻറ്റ് കുറച്ച് AC ഇല്ലാത്തവരും താമസിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ AC ഒരുവിധം എല്ലാ വീടുകളിലും ഇവിടെ നോക്കിയാൽ AC ഉണ്ടാവും, കാരണം അത്രയും ചൂടാണ് ഇവിടെ മാൽദീവ്സിൽ. ഇതാണ് മാൽദീവ്സിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് രണ്ട് സീസണാണ്, റെയിൻ സീസണും ഡ്രൈ സീസണും. ഈ രണ്ട് സീസണിലും അതായത് വർഷത്തിൽ നമുക്ക് മഴയും ചൂടും എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷേ ഈ റെയിനി സീസൺ ആണെങ്കിൽ അവിടെ മഴയായിരിക്കും കൂടുതൽ, വെയിൽ കുറവായിരിക്കും. ഇനി ഡ്രൈ സീസൺ ആണെങ്കിൽ അവിടെ വെയിൽ കൂടുതലായിരിക്കും, മഴ എപ്പോഴെങ്കിലൊക്കെ മാത്രമേ കിട്ടൂ. പക്ഷേ മാൽദീവ്സിൽ എപ്പോഴും മഴയും ഉണ്ട് വെയിലും ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്.